ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് ആംലക്കി ഏകാദശിയാണ്. കഴിഞ്ഞ ദിവസം ആംലക്കി ഏകാദശിയുടെ പ്രാധാന്യവും എങ്ങനെയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഭഗവാന് നെല്ലിക്ക സമർപ്പിച്ചിട്ട് അത് നമ്മുടെ പ്രസാദമായി കഴിക്കുകയും നെല്ലിമരം വീട്ടിലുണ്ടെങ്കിൽ അതിനെ പൂജിക്കുകയും ഇന്നും നാളെയും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുകയും നാളെ പാരണ എടുക്കുന്നതിന് മുമ്പ് നെല്ലിമരത്തെ ഇതിൻ്റെ ചുവട്ടിൽ ദീപം തെളിയിച്ച് ധൂപം കൊണ്ട് ഉഴിഞ്ഞ് നെല്ലിമരത്തെ സ്പർശിച്ച് തൊട്ടു വണങ്ങി ഭഗവാനാണെന്നുള്ള സങ്കല്പത്തിൽ ആ നെല്ലിയെ നമ്മൾ നന്നായിട്ട് ആരാധിക്കുക. നെല്ലി മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാറ്റിനെയും ഭഗവാനായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഏകത്വമായി തോന്നും. എവിടെയും ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മിലേക്ക് വരും. നമ്മൾ ചവിട്ടി നടക്കുന്ന പുല്ലിനെയും ചവിട്ടുമ്പോൾ നൊന്തു പോകുന്ന ഉറുമ്പും എല്ലാം ഭഗവാന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ്. നാം ഉപയോഗിക്കുന്ന നദിയും നദീജലവും എല്ലാം ഭഗവാന്റെ സിരകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും അഴുക്കാക്കുകയും വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ഒന്നും ചെയ്യത്തില്ല. അതിനെയാണ് അഹിംസ. നമ്മൾ ഭക്തിയുടെ ഒരു പ്രധാന ഭാവമാണ്. യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സലായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന ആ ഒരു ഏകത്വം വന്നു കഴിഞ്ഞാൽ ആദ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന അഹിംസയാണ്. ഒന്നിനെയും നോവിക്കാൻ തോന്നാത്ത അവസ്ഥ. അങ്ങനെ തോന്നാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഈശ്വരനാണ്. ഞാൻ എന്തിനേയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നോവിച്ചാലും വേദനിപ്പിച്ചാലും ഉപദ്രവിച്ചാലും അതെല്ലാം എൻ്റെ ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ ആത്മാവും ഒക്കെയാണ് വേദനിക്കുന്നത് എന്ന തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനെയും വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ നദിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗംഗ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഗംഗാനദി കുംഭമേള കഴിഞ്ഞ് 3-ാം തീയതി വെളുപ്പിനെ വന്നതാണ്. ഇത്രയും ദിവസമായി. പക്ഷേ എന്നിട്ടും എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ഇൻ പീസ്, ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയോ ഒന്ന് മയങ്ങുകയോ കിടക്കുമ്പോഴൊന്ന് മയങ്ങി സ്വപ്നമൊന്നുമല്ല, ഒന്ന് മയക്കത്തിലേക്ക് വഴുതി വീണാൽ ആ സമയത്ത് ഉടനെ ഗംഗയിലെ ഒരു 100,000 ദീപങ്ങൾ ഒഴുകി നടക്കുന്നതും ആ പ്രഭാപൂരമായ ആ നദിയുടെ സമതലങ്ങളും എല്ലാം ആണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഓടിയെത്തുന്നത്. നമ്മൾ ദീപം തെളിച്ച് സന്ധ്യാസമയത്ത് ഗംഗയിൽ സ്നാനം ചെല്ലുമ്പോൾ പകലും ധാരാളം ആര് സ്നാനത്തിന് ചെന്നാലും ദീപം ഒഴിഞ്ഞ് ഗംഗയിൽ ഒഴുക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ സ്നാനം ചെയ്യുന്നത്. ആ ഗംഗാമാതാവിൻ്റെ മാറിലൂടെ ഒഴുകുന്ന അനേകായിരം ദീപനാളങ്ങൾ സന്ധ്യാസമയങ്ങളിൽ കാണുമ്പോൾ എന്ത് മനോഹരമാണ്. നമ്മൾ ഒഴുക്കി വിടുന്ന ആ ദീപം അനേകം സമയം ഇങ്ങനെ ആ ചെറിയ 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 അനക്കത്തോട് ഇങ്ങനെ ഒഴുകി വലിയ പ്രവാഹത്തിലേക്ക് ചെന്ന് പതിക്കുന്നത് കാണാം. അത് തന്നെയാണ് മനസ്സിലെപ്പോഴും ഇരിക്കുന്നത്. മനസ്സിൽ നിന്ന് അത് മായുന്നേയില്ല. അത് നല്ലൊരു പിക്ചറായിട്ട് എപ്പോഴും ഇങ്ങനെ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തും. ഞങ്ങൾ പോയിട്ട് ഞായറാഴ്ച, അതായത് 22-ാം തീയതി ഞായറാഴ്ച അവിടെ എത്തിയെങ്കിലും വളരെ ക്ഷീണിതരായത് കാരണം അന്ന് ഞങ്ങൾ സ്നാനത്തിന് പോയില്ല. രാവിലെ വെളുപ്പിനെ വന്ന് കിടന്നു എങ്കിലും ഒരു ആശ്രമത്തിലെത്തിയെങ്കിലും ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഉണർന്ന് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിച്ച് വീണ്ടും ഞാൻ അവിടെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോഴും എൻ്റെ കൂടെ വന്ന ജയശ്രീ മാഡം നല്ല ക്ഷീണത്തിലായിരുന്നു. മാഡം എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കിടന്നു. ഞാൻ വീണ്ടും പോയി. അന്ന് ഞാൻ വീണ്ടും അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് തിരികെ ഞാൻ വൈകുന്നേരം വരുമ്പോഴാണെന്ന് തോന്നുന്നത്, അതിനടുത്ത ദിവസം ചൊവ്വാഴ്ച ചൊവ്വയല്ല തിങ്കളാഴ്ചയാണ് ഗംഗയിൽ കുളിക്കണം അല്ലെങ്കിൽ സ്നാനം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അന്ന് വെളുപ്പിനാണ് അത് തലേ ദിവസം രാത്രിയിലോ മറ്റോ നമ്മുടെ ഒരു വ്യൂവർ, എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ട് ഷിനി എന്ന് പറയുന്ന ആൾ, നമ്മുടെ സ്ഥിരം വ്യൂവറാണ്.
അത് മുംബൈയിൽ ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ട്. ആ കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. വാട്സപ്പിൽ സ്ഥിരമായിട്ട് എന്നോട് സമ്പർക്കം ചെയ്യുന്ന ആളാണ്. അവിടെ ഗംഗാ സ്നാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മഹർഷിമാരെ, നാഗസന്യാസിമാരെയൊക്കെ കാണും. ആ സന്യാസിമാർ എന്തെങ്കിലുമൊക്കെ നമുക്ക് രുദ്രാക്ഷക്കായ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തരും എന്നൊക്കെ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ടീച്ചറിന് വല്ലതും കിട്ടിയോ എന്നോടിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് അങ്ങനെയൊക്കെ സന്യാസിമാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നൊക്കെ ഞാൻ അറിയുന്നത്. ഞാനെപ്പോൾ ഒരു സെൻറ്റൻസിൽ തന്നെ മറുപടി കൊടുത്തു. ഞങ്ങൾ നാളെ ഗംഗാ സ്നാനത്തിന് പോവുകയുള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ള അമൃത സ്നാനം ശിവരാത്രിയുടെ. അപ്പോൾ നാളെ ഞങ്ങൾ ഗംഗയിൽ സ്നാനത്തിന് പോകും രാവിലെ. എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ സ്വാമി സന്യാസിമാർ തരുമോ എന്നൊന്നും. എല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ ഷിനി എന്ന് ഞാനിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു. അപ്പോൾ പിറ്റേന്ന് പ്രഭാതത്തിൽ ഞാൻ വളരെ അവിടുത്തെ ആ പ്രഭാതം എന്നും ഞാൻ ഉണരുന്ന പോലെ 4 മണിക്ക്, എനിക്ക് ക്ഷീണമൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ ഉണരുന്ന പോലെ 4-നും 4:30 ഇടയ്ക്ക് തന്നെ ഞാൻ അവിടെയും ഉണർന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ധ്യാനത്തിലൊക്കെ ഇരുന്നു, ആ കിടക്കയിൽ തന്നെ. അതിനുശേഷം ചെറിയ വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങി കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന റോഡുകളിലൂടെയൊക്കെ ഞാനിങ്ങനെ സഞ്ചരിച്ചു. വളരെ അപ്പോൾ ഞാൻ സഞ്ചരിച്ച് ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് പ്രഭാത സൂര്യൻ്റെ ആ പൊന്നിളം കതിര് ഇങ്ങനെ ആകാശത്തിങ്ങനെ ചെറുതായി കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ മഞ്ഞിലേക്ക് സൂര്യപ്രകാശം അരിച്ചു കയറി വന്നപ്പോഴുണ്ടായ ആ പ്രകൃതിയുടെ ഒരു നവോന്മേഷം, നമ്മുടെ മനസ്സുകൾക്കും ശരീരത്തിനും ഉണ്ടാകുന്ന കുളിർമ, അതിലൂടെ ഞാനിങ്ങനെ സഞ്ചരിച്ചു. ഇനിയും ആ ഒരു പ്രഭാതം ജീവിതത്തിൽ കിട്ടുകയില്ല, ആ ഗംഗയുടെ തീരങ്ങളിലൂടെയുള്ള യാത്ര. അതുകൊണ്ട് ഞാനത് നന്നായി ആസ്വദിച്ച് നടന്നു. അതിനുശേഷം ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് ജയശ്രീ എഴുന്നേറ്റിരുന്നു. ആശ്രമത്തിൽ ചെറിയ സേവനമൊക്കെ ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചു. അപ്പോൾ ആദ്യം ജയശ്രീ കുളിച്ചു, വേഷമൊക്കെ കഴുകിയിട്ടു. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് ജയശ്രീ ഒരുങ്ങി തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് സ്നാനം ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ, നമ്മോടൊപ്പം വേറെ ബെഡിലൊക്കെ കിടന്നവർ പോയി സ്നാനം ചെയ്യാൻ, നമ്മൾ സ്നാനം ചെയ്യാനല്ലേ വന്നേ, ആശ്രമത്തിൽ സേവ ചെയ്യാനല്ലല്ലോ, അതല്ലായിരുന്നു പ്രധാനം. പിന്നെ അവിടെ ഇങ്ങനെ സേവനം ചെയ്തതുകൊണ്ടല്ലേ ഇത്രയും വൈകിപ്പോയേ, എന്നാലും ഇപ്പോൾ പോകാം, 10:30 ആയുള്ളൂ, ബാ എന്നൊക്കെ ഒത്തിരി എന്നെ തിരക്ക് കൂട്ടി. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഭയങ്കര വെയിൽ. ആ വെയിലത്ത് ഒന്ന് സഞ്ചരിച്ച് ഒത്തിരി നേരം ആ ചൂട്, ഭയങ്കര വെയിലും ചൂടിൽ സഞ്ചരിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ രാസനാദിപ്പൊടിയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കണ്ടതുപോലുമില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. അത് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ജയശ്രീ എന്നോട് തിരക്ക് കൂട്ടിയപ്പം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗംഗ ഒരു 10 മിനിറ്റ് നടന്നാൽ ഗംഗയുടെ തീരത്തെത്താവുന്ന. ഞാൻ ആ ഗംഗയുടെ തീരത്തേക്കെങ്ങും അല്ല പോയത്. ഞങ്ങളുടെ അവിടെ വെറുതെ ഞാൻ നടക്കുമ്പോഴൊക്കെ ഈ സെക്ടറുകൾ, ഈ മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ കാണാൻ ധാരാളം സെക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെയുള്ള റോഡിലൂടെയാണ് വെളുപ്പിനെയൊക്കെ നടന്നത്. ഗംഗയുടെ ഭാഗത്തേക്കെങ്ങും പോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് നടക്കുമ്പോഴാണ് ഗംഗയുടെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗംഗ ഒരു 10-15 മിനിറ്റ് നടന്നാൽ ഏതെങ്കിലും ഒരു ഘാട്ടിൽ എത്താമായിരുന്നു എന്ന്. അപ്പോൾ ജയശ്രീ തിരക്ക് കൂട്ടിയപ്പോൾ അവിടെ ചായ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചില്ല. ജയശ്രീ ചായ കുടിച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ആശ്രമത്തിലെ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ തന്നെ ചായയും ആഹാരവും എല്ലാം രാവിലെ ഉണ്ടാക്കുകയാണല്ലോ. ഞാൻ ഞങ്ങളുടെ ആശ്രമത്തിൽ ചായ കുടിക്കില്ലായിരുന്നു പോരുന്നവരെയും. അത് വലിയ സ്ട്രോങ് ചായയാണ്, എനിക്കത് കുടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര നാക്കിനെതിരെ വല്ലാതെ. കുറച്ചുകൂടെ മൈൽഡായിട്ടുള്ള ചായയാണ് മറ്റൊരാശ്രമം, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മറ്റൊരാശ്രമത്തിൽ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്നായിരുന്നു ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ആ ചായ ഞാൻ ചായയും വെള്ളവും ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ ആ ചായ കുടിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പം ജയശ്രീ എന്നാൽ ഞാൻ നടക്കുവാ മുന്നോട്ട്, പിന്നെ രാജി ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് ചൂട് ചായ വാങ്ങിച്ച് ഇങ്ങനെ ഒന്ന് 5 മിനിറ്റ് പോലും 2-3 മിനിറ്റേ ആയുള്ളൂ കുടിക്കാൻ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഒഴുകുന്നതിനിടയിലേക്ക് ജയശ്രീ ഒഴുകി പോകുന്ന ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഓടി പുറകിന് ചെന്ന് ചായ കുടിച്ച് ഗ്ലാസ് നിക്ഷേപിക്കേണ്ട ഭാഗത്ത് വെച്ചിട്ട് ഓടിച്ചെന്നെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ജയശ്രീയെ.
ഞാനിങ്ങനെ അവിടെ വെച്ച് ഞാൻ ഭയങ്കര വിഹ്വലയായിപ്പോയി. അയ്യോ, ഈ ജനസാഗരത്തിനിടയിലെ ഭാഷ അറിയാത്ത ഞാൻ, ഭാഷയൊന്നുമല്ല സ്നേഹത്തിൻ്റെ ഭാഷ അറിഞ്ഞാൽ മതിയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞങ്ങൾ രാത്രിയിൽ വന്നപ്പോൾ ഒരുപാട് പേരോട് ഞങ്ങൾ ജയശ്രീ ഹിന്ദിയിലും ചോദിച്ചു, ഞാൻ ഇംഗ്ലീഷിലും ചോദിച്ചു, മലയാളത്തിൽ വരെയും ഹിന്ദിക്കാരോട് ചോദിച്ചു. അത് കേട്ടുകൊണ്ട് ഒരു ഇതും ഇല്ലാതെ മലയാളത്തിൽ വരെ സംസാരിക്കുന്നു ഹിന്ദിക്കാരോട് എന്നൊക്കെ ചോദിച്ച് ജയശ്രീ എന്നോട് സംസാരിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ വഴി കണ്ടുപിടിക്കണ്ടേ, അതിനു വേണ്ടിയാണ്. എനിക്കൊരു കൂസലും തോന്നാതെ ഞാൻ എല്ലാവരോടും എല്ലാ ഭാഷയിലൊക്കെ എനിക്കറിയാവുന്ന പോലെയൊക്കെ സംസാരിച്ച് വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പിറ്റേ ദിവസം ജയശ്രീ എന്നോട് പറയാണ്, ഇത്ര അപാരമായ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏത് ദുർഘടസന്ധിയിൽ യാതൊരു കൂസലും ഇല്ലാതെയല്ലേ രാത്രിയിലൊക്കെ വരുന്നത്. ഇത്രയും തിരക്കുള്ള സ്ഥലത്തും എന്ത് കൂസലുണ്ടോ, ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ ഞാൻ എൻ്റെ ചാനലിൽ എപ്പോഴും പറയുന്നേ, എനിക്ക് മനസ്സിന് ഒരു ബലക്കുറവില്ല. മനസ്സിന് ബലം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഭഗവാനോടുള്ള അടുപ്പം കൊണ്ട്. ഭഗവാൻ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു മനോബലമാണ്. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരു ധ്യാനമൊക്കെ ചെയ്ത് മനോബലം നേടിയ വ്യക്തിയാണ് പുറമേ നോക്കിയാലെങ്കിൽ ഒന്നും തോന്നില്ല, ഒരു സാധാരണ ഒരാളെ പോലെ തോന്നും. ഇതൊക്കെ കൂടെ നടന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ തിരക്കിനിടയിൽ എനിക്ക് അത്രയും മനോബലം ഉണ്ടെങ്കിലും ഒന്നിച്ച് വന്ന ആള് പെട്ടെന്ന് ആ തിരക്കിൽ രണ്ടായിട്ട്, ഞാൻ ജസ്റ്റ് 2-3 മിനിറ്റ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നതിന് സമയത്ത് തന്നെ ജയശ്രീ ഇങ്ങനെ മുന്നിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ തിരക്കിൽപ്പെട്ട് ഞങ്ങൾ രണ്ടായിപ്പോയി, 2 വഴിക്കായിപ്പോയി. അപ്പം ഞാൻ ഉടനെ ഫോൺ ചെയ്തു, എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള എപ്പോഴും അനൗൺസ്മെൻറ്റും പല ആശ്രമങ്ങളിലെ സൗണ്ടുകളും പ്രാർത്ഥനകളും ആകെ ബഹളമയമായ ഒരു അന്തരീക്ഷമാണ് സർവ്വസമയവും. അപ്പോൾ അത് കാരണം ഈ ജയശ്രീ വളരെ സ്ലോയിൽ വലിയ പതുക്കെ ശബ്ദമില്ലാതെ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ, അങ്ങനെ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ബഹളത്തിൻ്റെ ഇടയിൽ അതെന്തോ പറയുന്നതെന്നും എനിക്ക് കേൾക്കുന്നുമില്ല. പിന്നെയും ഞാൻ വിഷമിച്ചിട്ട് എൻ്റെ മുന്നിൽ കണ്ട റോഡിൽ കൂടി ഞങ്ങളുടെ ഒരു സംഗമ സ്ഥലമുണ്ട്, ഈ പ്രധാന റോഡ് വന്ന് നിൽക്കുന്ന ഒരു പ്രവേശന കവാടമുള്ള ഒരു പോലീസ് എയ്ഡഡ് പോസ്റ്റൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ജയശ്രീ മുന്നോട്ടാണ് പോയത്. ഞാൻ അതിൻ്റെ മുന്നിൽ കൂടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോയത്. രണ്ട് വഴിക്കൂടാണ് കുറേ നടന്നിട്ട് പിന്നെയും വിളിച്ചപ്പോൾ ജയശ്രീ അന്ന് വേറെ ഏതോ സ്ഥലത്തെത്തി, അവിടെ ഒരു ഇടത്ത് നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മുറിഞ്ഞ സൗണ്ടിലാണ് അതൊക്കെ കേൾക്കുന്നത്. എനിക്കപ്പോൾ നല്ല വിഷമം തോന്നി. ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ വളരെ പെട്ടെന്ന് ഇമോഷണലാവുന്നേ. എൻ്റെ മനസ്സിൽ ഒരു കട്ടിയൊന്നും ഇല്ല എൻ്റെ മനസ്സിന്. പക്ഷെ ഞാൻ മെൻ്റലി ഏത് പ്രശ്നം വന്നാലും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്, എന്നെ അതൊന്നും ബാധിക്കത്തില്ല. പക്ഷെ ചെറിയ സ്നേഹം അല്ലെങ്കിൽ കരുതൽ അതൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്നെ ബാധിക്കും. ഞാൻ എളുപ്പം അങ്ങ് കരഞ്ഞു പോകും. എന്നിട്ട് ഞാൻ വളരെ ഇടറിയ സ്വരത്തോടു കൂടി, ജയശ്രീ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് കാത്തു നിന്നില്ലല്ലോ, ഞാൻ ജസ്റ്റ് 2 മിനിറ്റ്സ് അല്ലേ ചായ കുടിക്കാൻ എടുത്തുള്ളൂ, എന്നിട്ട് നിൽക്കുന്നില്ലല്ലോ, ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ഭാഷ അറിയാതെ ഞാൻ എവിടെ പോകുമെന്ന് വിചാരിച്ച് എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്നൊക്കെ ഞാൻ ഫോണിൽ കൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ തിരക്ക് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാണ് എന്നൊക്കെ വിഷമിച്ചാണ് പോയത്. അപ്പോൾ ജയശ്രീ എവിടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സ്ഥലമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. വേണ്ട, എനിക്ക് തിരിച്ചു വരാനൊന്നും വയ്യ, ഞാൻ നടക്കുവാന്നൊക്കെ പറഞ്ഞ് എനിക്ക് മുന്നിൽ കണ്ട റോഡിൽ കൂടെ ഒക്കെ നടന്ന് ഇത്തിരി അങ്ങോട്ട് നടന്ന് ചെന്നപ്പോൾ ഒരു ഘാട്ട്, അവിടെ നിന്ന് ധാരാളം ആൾക്കാർ ദീപമൊക്കെ തെളിച്ച് ഗംഗാമാതാവിനെ ആരതി ഒഴിഞ്ഞിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യുന്നു. 34ാമത്തെ ഘാട്ട്. അവിടെ സ്ത്രീകൾക്ക് വേഷം മാറാനുള്ള ധാരാളം സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിയോ, എത്ര വേഗം ഞാനിവിടെ എത്തിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ എത്തി സ്നാനം ചെയ്തു. എൻ്റെ ബാഗും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഈ സ്നാനഘട്ടത്തിൻ്റെ തൊട്ട് അരികിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് നിറച്ച ചാക്കുകൾ, മണ്ണ് നിറച്ച ചാക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതേ കയറി നിന്നോടാണ് നമ്മൾ ഈ നദിയിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ആ മണൽപ്പരപ്പിൽ നമുക്ക് മണൽ നമ്മുടെ കാലിലങ്ങ് മുട്ടില്ല. കാരണം ഈ വൈക്കോൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് അവിടെ മുഴുവൻ കട്ടിക്ക് മെത്ത പോലെ. അതിൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാവരും സ്നാനം ചെയ്യാൻ ഒരാൾ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ വന്ന ആൾ അവരുടെ ബാഗും മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും, വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട്.
അപ്പോൾ അവർ വെച്ചേക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ എൻ്റെ ബാഗും എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് ആ ഡ്രസ്സിരുന്ന് ഒരു ഡ്രസ്സും കൂടെ ആയിരുന്നു കൊണ്ടുപോയത് സ്നാനം ചെയ്ത് കഴിഞ്ഞ് വേഷം മാറാൻ. അതൊക്കെ ആ കവറൊക്കെ അവിടെ വെച്ചിട്ട് ഞാനും ഗംഗയിലെടുത്ത് ചാടി ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം. അവിടെയും കുറേ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് സ്നാനം ചെയ്ത് ഗംഗയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയും ആ ജയശ്രീ കണ്ടില്ലല്ലോ എന്നുള്ള ദുഃഖവും എല്ലാം മാറി. ഗംഗാ മാതാവ് എന്നെ ഹൃദയത്തിൽ ചേർത്തിട്ട് ആലിംഗനം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. നീ കരയണ്ട മോളെ, നീ വിഷമിക്കണ്ട, ഞാനില്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ നന്നായി സ്നാനം ചെയ്തതിന് ശേഷം എൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയി വേഷം മാറുന്നിടത്ത് പോയി വേഷം മാറി വേറെ വേഷം ഇട്ടു. അപ്പോൾ നെറ്റിക്ക് ഇങ്ങനെ നമുക്ക് ഓംകാരമൊക്കെ കുങ്കുമക്കുറിയൊക്കെ ഇട്ട് തരാൻ ആളുണ്ട്. അവർക്ക് ചെറിയ ദക്ഷിണയൊക്കെ കൊടുക്കും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആ പടവുകൾ കയറി ആദ്യത്തെ റോഡിലേക്ക് വന്ന് ഞാൻ ഇറങ്ങിപ്പോയി അതേ റോഡിലേക്ക് തന്നെ തിരികെ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു മനുഷ്യൻ എൻ്റെ കയ്യിലേക്ക് ആ റോഡിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ബാഗ് എന്നെ ഏൽപ്പിച്ചിട്ട് ചോദിച്ച്, എനിക്ക് ടോയ്ലറ്റിൽ പോകണം മാഡം, ഇതൊന്ന് പിടിക്കുമോ, ഞാൻ പോയിട്ട് വരുന്നവരെ. അപ്പം ഇങ്ങനെ ടോയ്ലറ്റുകളൊക്കെ നിരന്നവിടെ ഉണ്ട്, അങ്ങോട്ട് മാറി ഉണ്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ സൂക്ഷിച്ചോളാം, പോയിട്ട് വരുമെന്ന് പറഞ്ഞ്. അയാൾക്ക് എന്നെ വിശ്വാസം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അത് ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അദ്ദേഹം ഹിന്ദിയൊന്നും അല്ല, മലയാളിയൊന്നും അല്ല, മലയാളിയൊന്നും നമുക്കവിടെ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിച്ചു, ത്രിവേണി സംഗമത്തിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു 1.5 മണിക്കൂർ ഇവിടുന്ന് നടന്നാൽ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് അദ്ദേഹം പറഞ്ഞു, നടന്നാൽ സംഗമത്തിൽ എത്താമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു, കുളിച്ചിട്ടൊക്കെ നമ്മൾ ആഹാരം കഴിക്കാതൊക്കെ കയറിയതല്ലേ, കുറേ നേരം ഞാൻ വെള്ളത്തിൽ കിടന്ന് ചാടി. അപ്പം വേണ്ട, അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. എനിക്ക് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റിയ കൂട്ടുകാരും അപ്പോൾ സ്നാനം ചെയ്യാനില്ല. ഞാനിങ്ങനെ ഓരോ സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കി, എനിക്ക് പറ്റിയവരുണ്ടോ. ഓരോരുത്തരൊക്കെ തല നനയ്ക്കാതെ ഇങ്ങനെ ഗംഗയിൽ ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് ദേഹത്ത് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്നു. ഞാൻ അവരുടെ ദേഹത്തേക്കൊക്കെ വെള്ളം തെറിപ്പിച്ചപ്പോൾ അവർ ചിരിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ അതിൽ നിൽക്കുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് പറ്റിയ എൻ്റെ കൂടെ കളിക്കാൻ പറ്റിയ ആരെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കിടന്ന് കളിച്ചിട്ട് കുളിച്ച് കയറിപ്പോന്ന്. അന്നേരമാണ് ഈ ബാഗൊക്കെ പിടിക്കാമെന്ന് ചോദിച്ചിട്ട് അതും കഴിഞ്ഞ് ഞാൻ മേലോട്ട് കയറിയപ്പോൾ പ്രധാന റോഡിലെത്തിയപ്പോൾ നിറയായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോവാണ്. അപ്പം ഞാൻ വന്ന റോഡ് ഏതാണ്, എങ്ങോട്ടാണ് ഞാൻ ഇനിയും പോകേണ്ടത് എന്നൊക്കെ എനിക്കറിയാമേ. ഒരേപോലെ അനേകം റോഡുകളും ധാരാളം പാലങ്ങളും പിന്നെ ട്രെയിൻ പോകുന്ന പാലങ്ങളും മുകളിലൂടെ, അങ്ങനെ എവിടെ നോക്കിയാലും ഭയങ്കര ജനനിബിഡമായിട്ടുള്ള ഒരു മഹാനഗരം. ഇതിൽ ഞാൻ വന്ന റോഡ് ഏതാണ്, എതിലെ പോലെയാണ് ഞാൻ വന്ന സ്ഥലത്ത് എത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പകച്ച് ഞാനിങ്ങനെ 4 വഴിയോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലോട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ, ഞാനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. എതിലെയാണ് ഞാൻ പോകേണ്ടത്, കിഴക്കോട്ട് പോകണോ, വടക്കോട്ട് പോകണോ, തെക്കോട്ടാണോ, പടിഞ്ഞാട്ടാണോ, എങ്ങോട്ടാണോ, എല്ലാ റോഡും ഒരേമാതിരി കിടക്കുകയാണ്. ഞാൻ വന്ന റോഡ് ഏതാണെന്ന് ഞാനൊരു ഫോട്ടോ പോലും എടുത്തില്ല, വിഷമിച്ച് വന്നത് കാരണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ കിട്ടിയിരുന്നെങ്കിൽ അതിൽ നോക്കി പോകാമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പൊടുന്നനെ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്വാമി, ഒരു നാഗസന്യാസി എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അദ്ദേഹം എൻ്റെ കയ്യിലോട്ട് ചുരുട്ടി പിടിച്ച കൈ എൻ്റെ കയ്യിലേക്ക് വെച്ചു. ഞാൻ വിചാരിച്ചു വല്ല കൽക്കണ്ടവോ എന്തെങ്കിലും പൂജാദ്രവ്യങ്ങളെങ്ങനെ എനിക്ക് കഴിക്കാൻ തരുമോ ആയിരിക്കുമോ എന്ന് വെച്ചാൽ ഞാൻ കൈ ഇങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരിക്കുക. അദ്ദേഹം അതെൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ തന്നു. നോക്കിയപ്പോൾ ഒരു വലിയ രുദ്രാക്ഷക്കായ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നതാണ്. എന്ന് ഞാനിങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. എൻ്റെ മഹാശിവനെ, പരമശിവ, എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് അദ്ദേഹം എൻ്റെ തലയിലൊക്കെ കൈവച്ചിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം അനുഗ്രഹങ്ങൾ, എൻ്റെ പ്രദേശത്തിന്, എൻ്റെ രാജ്യത്തിന് എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഭസ്മമൊക്കെ നെറ്റിക്ക് തൊട്ട് തന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലൊക്കെ വണങ്ങി ദക്ഷിണയൊക്കെ കൊടുത്ത് എനിക്ക് വളരെ അതിശയം തോന്നി. അനേകായിരങ്ങൾ അവിടെ സ്നാനം ചെയ്തിട്ട് മേലേക്ക് കയറി വന്ന് അവിടെ ഇങ്ങനെ പല കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വാമി വേറെ ആരുടെ അരികിലേക്കെങ്ങും പോയില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പകച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അത് എൻ്റെ അരികിലേക്കാണ് അദ്ദേഹം വന്നിട്ട് എനിക്ക് ഈ കായ തന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് ആൾക്കൂട്ടത്തിലേക്ക് അങ്ങ് മറഞ്ഞുപോയി, നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയിന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്കിത് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ അതിന് ആ തൊട്ട് രാത്രിയിലാണെന്ന് തോന്നുന്നു ഷിനി എന്നോട് ചോദിച്ച് ഇങ്ങനെ
സന്യാസിമാർ എന്തെങ്കിലും നമുക്ക് രുദ്രാക്ഷയൊക്കെ തരുമായിരിക്കും, തന്നോ ടീച്ചറെ എന്നിങ്ങനെ എന്നെ ചോദിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ പരമശിവന്റെ കണ്ണിലെ സതീദേവിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീർ തുള്ളി വാർന്നു വീണതാണ് രുദ്രാക്ഷക്കായായി മാറിയതെന്നാണ്. ആ ഭഗവാന്റെ കണ്ണുനീർ തുള്ളിയാണ് എൻ്റെ കയ്യിൽ വന്ന് പതിച്ചതെങ്കിൽ അത് പിന്നെ എനിക്ക് വളരെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടി എന്നല്ലേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവം തോന്നി. ഞാനത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൈ തന്നെ വെച്ചുകൊണ്ട് ഞാൻ നോക്കിയ വഴിയെ കൂടെ തന്നെയാണ് നടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അവിടുത്തെ പോലീസ് സൈഡ് പോസ്റ്റിൻ്റെ അവിടെ എത്തി. എന്നിട്ട് ഞാൻ നേരെ ആശ്രമത്തിലേക്ക് പോന്നു. അതിനുശേഷം മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറേ മണിക്കൂർ കഴിഞ്ഞ് ഉച്ചയായപ്പോഴൊക്കെയാണ് ജയശ്രീ വന്നത്. അപ്പോൾ ജയശ്രീ വന്ന് വളരെ കുഴഞ്ഞ് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വന്ന്, ജയശ്രീ ആണെങ്കിൽ 37 ആയിട്ടുള്ള ആ ഘാട്ടിൽ സ്നാനം ചെയ്തതിന് ശേഷം ത്രിവേണി സംഗമത്തിലൊക്കെ അന്വേഷിച്ചിങ്ങനെ പോയി. അവിടെയെല്ലാം നടന്ന് കുഴഞ്ഞിട്ടാണ് തിരികെ വന്നത്. അങ്ങനെ എനിക്ക് അവിടുത്തെ ആ അനുഭവം ഒറ്റയ്ക്ക് വന്നപ്പോൾ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുളിച്ച് വേഷം മാറി ഗംഗയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഫോൺ ആദ്യം എടുത്തിട്ട് ഞാൻ ജയശ്രീക്ക് മെസ്സേജ് വോയിസ് ഇട്ട്, ജയശ്രീ ഞാൻ 34th ഘാട്ടിലാണ് ഞാൻ സ്നാനം ചെയ്തത്. ഞാൻ സ്നാനം ചെയ്തു, നന്നായി ചെയ്തു, ഞാൻ കുളി കഴിഞ്ഞു, ജയശ്രീ എവിടാണ് എന്നിങ്ങനെ ഞാൻ വോയിസ് ഇട്ടിരുന്നു. എനിക്കപ്പോൾ തന്നെ ഞാനിങ്ങനെ ജയശ്രീയോട് അങ്ങനെ അന്നേരം വിഷമത്തോടെ സംസാരിച്ചെങ്കിലും ദേഷ്യമൊന്നും ആരോടും മനസ്സില്ല. അപ്പോഴത്തെ ആ ഒരു ഇമോഷൻ കൊണ്ട് വിഷമത്തോടെ സംസാരിച്ച് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഗംഗാമാതാവ് എൻ്റെ ഹൃദയത്തിലെ വിഷമവും എൻ്റെ എല്ലാ വേദനകളും ഇങ്ങനെ തൂത്തെടുത്തു. ഞാനിപ്പോൾ വിചാരിച്ച് എന്നും ഗംഗയുടെ തീരത്ത് താമസിച്ചിരുന്നെങ്കിൽ, എന്നും ഗംഗയിൽ സ്നാനം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഒരു പൊടിയുടെ അംശം പോലും നമ്മുടെ മനസ്സിൽ ഗംഗാദേവി ഒരു വേദനയോ വിഹ്വലതയോ ഒരു ഇമോഷനോ വെച്ചുകൊണ്ടിരിക്കില്ല. അതൊക്കെ തൂത്ത് ഓരോ ഓളങ്ങളെയും കൊണ്ട് നമ്മളെ തൂത്ത് കളയുന്ന പോലെ ഓരോ ഓളങ്ങളാകുന്ന കൈകൾ കൊണ്ട് നമ്മെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും.